ഗുഡ് മോർണിംഗ് സർ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല സാറിതങ്ങോട്ട് താനങ്ങോട്ട്. ഞാൻ ടോയ്ലറ്റ് വരെ. ഞാനും കൂടെ വന്നിരുന്നെങ്കിൽ. വേണ്ട സാർ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. അതല്ല, ശരി പൊക്കോ. ഇതാണല്ലേ വഴിയാകത്തേക്ക്. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ഓ ശരി. ഗുഡ് മോർണിംഗ് സാർ. ഓ ഗുഡ് മോർണിംഗ്. എല്ലാം പറഞ്ഞോല്ല. അലമാരമുള്ള മുറിയതാ. രക്ഷപ്പെട്ട ആരും ഇങ്ങോട്ട് ഇപ്പോഴൊന്നും വരല്ലേ. ഞാൻ കുറച്ച് കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാ നോക്കട്ടെ. ഇതിനകത്ത് കാണും. ചെക്കെങ്കിൽ ചെക്ക്. എന്തോ ഞാൻ ഇവിടെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, സമയത്തും കാലത്തും ഓഫീസിൽ വന്നില്ലെങ്കിലേ എല്ലാത്തിനും ഞാൻ പറഞ്ഞു വിടും. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാ കിട്ടില്ല. ഞാൻ ചിലപ്പോ അള്ളി കീറും. എടോ, ഞാൻ ബിസിനസ് സാമ്രാജ്യത്തിൽ ഗർജിക്കുന്ന ഒരു സിംഹമാണ്. എന്റെ ഗർജനം തനിക്ക് കേൾക്കണോ? ഇത്രയൊക്കെ ഉള്ളൂ. വച്ചിട്ട് പോടോ. എന്നോടാ കളി. സാർ, ഈ ഫോൺ വർക്ക് ചെയ്യില്ല. ഈ 2 ഫോണുമാ വർക്ക് ചെയ്യുന്നത്. ഇത് തനിക്ക് നേരത്തെ പറഞ്ഞാലെന്താ? എന്റെ കാശ് പോയില്ലേ? ഡോ, ഈ ഇവിടെ കാശിരിക്കുന്ന അലമാര എവിടെയാണ്? അതൊന്ന് തുറന്നിട്ടെ. എനിക്ക് ആ കാശൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താനുണ്ട്. ക്യാഷ് ഒന്നും ഇവിടെ സൂക്ഷിക്കാറില്ലെന്ന് സാറിന് അറിയില്ലേ? എല്ലാം ബാങ്കിലാ. അപ്പൊ ആ പ്രതീക്ഷയും പോയി. സാർ, ദേ ചെക്കിരിക്കല്ലേ. സാർ അതിലൊന്ന് ഒപ്പിട്ടാൽ എത്ര രൂപ വേണേലും എടുക്കാം. എന്റെ ഒപ്പ് താനൊന്നിട്ടെ. സാറാ ഒപ്പിടേണ്ടത്. അതറിയാം, എന്റെ കയ്യക്ഷരം ഇപ്പൊ ശരിയല്ല, അതുകൊണ്ട്. അല്ല സാർ, ഞാൻ ഒപ്പിട്ട കാശ് കിട്ടില്ല. അതെനിക്കും അറിയാം. എന്നാ പിന്നെ ഞാൻ തന്നെ ഒപ്പിട്ട് ഞാൻ തന്നെ കാശ് എടുത്തോളാം. ഇനിയിപ്പോ ജീവന്റെ ഒപ്പ് കണ്ടുപിടിക്കാൻ ഞാൻ എവിടെ പോയി? ഇവിടെ തന്നെ തപ്പ. സാർ, എന്താണ്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് 5000 രൂപയാണ് ശമ്പളം. വലിയ കഷ്ടപ്പാടില്ല. സാർ എന്തെങ്കിലും കൂടെ കൂട്ടിത്തരാന്ന് പറഞ്ഞായിരുന്നു. പിന്നെന്താ, ഇനി ഞാൻ കൂട്ടിത്തരാം. ഇനി മുതൽ തനിക്ക് 15000 രൂപയാണ് ശമ്പളം. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. 3 മാസത്തിൽ ഒരിക്കൽ വന്ന് വാങ്ങിച്ചോളണം, മറക്കരുത്. മനുഷ്യനിവിടെ ജീവന്റെ ഒപ്പ് എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് കുറച്ച് കാശ് ഒപ്പിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അവന്റെ ഒരു ശമ്പളം കൂട്ടി തിരക്കാം. ഇവിടെ കിടക്കണ അന്ത ഒപ്പ്. ഇതാണ് ആ ജീവന്റെ ഒപ്പ്. ഇവനൊക്കെ വിദ്യാഭ്യാസം കൂടിപ്പോയതിന്റെ കുഴപ്പമാണ്. ഇത് ജന്മത്ത് വിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെന്നൈയിൽ നിന്നൊരു ഇമെയിൽ വന്നിട്ടുണ്ട്. ആണോ? എന്നാ കയറി ഇരിക്കാൻ പറയൂ. കുടിക്കാൻ ഒരു ഗ്ലാസ് ചായയും 2 പരിപ്പോടയും കൊടുക്കൂ. ഒരു പരിപ്പോടെ എനിക്കും. എന്താ? അല്ല, സാറിന്റെ ഇന്റർനെറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ്? എന്റെതിനാ? നാണം കെട്ട കാര്യം. ഇവിടെ ആരെങ്കിലും കേട്ട എന്റെ വില പോവില്ലേടോ. എന്റെ ഇന്റർനെറ്റിന് ഒരു കുഴപ്പമില്ല. താൻ ഇവിടെ വന്നു നിന്ന് കുഴപ്പം ഉണ്ടാക്കാതിരുന്നാ മതി. ചിറ്റപ്പന്റെ പ്രായം. സാർ, ഈ ഡോക്യുമെന്റ്സ് ഒന്ന് ഒപ്പിട്ട് തരണം. ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് അയക്കാനുള്ളതാണ്. പോടോ. ഇവിടെ ഒരു ഒപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്ന കാര്യം എനിക്കറിയാവൂ. താൻ പാടോ. എനിക്കൊരു ഒപ്പിട്ടില്ല. അതിനിടയ്ക്ക് തനിക്കൊരു ഒപ്പ്. ഭ്രാന്താക്കാം മനുഷ്യനെ. എന്താടോ? എന്തു പറ്റി? സാർ, ഞാൻ ഈ ഡോക്യുമെന്റ്സ് ഒപ്പിടാൻ പറഞ്ഞാൽ സാർ എന്നോട് ഓഫീസ് കാര്യങ്ങളൊന്നും ഇപ്പൊ ചേട്ടനെ ഏൽപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? താൻ വയ്ക്കോ. അയാൾക്ക് ഒന്നും ഓർമ്മയില്ല. ചേട്ടൻ അത് കാര്യാക്കണ്ട. വിജയ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഇരിക്കേ. 2 ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് ഓഫീസിൽ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരുന്ന എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അങ്കിൾ. അതും ശരിയാ. പിന്നെ ഞാനും മായും കൂടി അത് ഫിക്സ് ചെയ്തു. ഏത്? നിങ്ങളുടെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തു. ഓ, ഈ വരുന്ന 20-ാം തീയതി. കൺഗ്രാറ്റ്സ് ചേട്ടാ. ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. രഞ്ജിനി, അങ്കിൾ, എനിക്ക് ചെന്നൈയിൽ നിന്നൊരു മെയിലിന് റിപ്ലൈ ഉണ്ട്. ഞാൻ പോയിട്ട് വട്ടെ. കാര്യം ചേട്ടാ, ഞാൻ പോയിക്കോട്ടെ. ശരി. എന്നെ ഇതില് കുരുക്കുണ്ടോ? ജീവൻ, ഇനി അധികം ദിവസങ്ങളില്ല. അതെ. എന്തു പറയുന്നു? വളരെ നന്നായി. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. Okay, Jeevan. You guys talk. My friends are waiting. I have to give treat. Okay, Daddy. Bye. Bye. 20-ാം തീയതി കല്യാണം. അപ്പൊ 19-ന് മുമ്പേ കിട്ടണത് അടിച്ചു മാറ്റിക്കൊണ്ട് രക്ഷപ്പെടണം.